അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ 12-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇലാ റബ്ബിക, താങ്കളുടെ നാഥനിലേക്കാണ്, യൗമ ഇതിൻ, അന്ന്, അൽ മുസ്തഖർ, ചെന്ന് നിൽക്കേണ്ടത്. എവിടെയാണ് അഭയം ലഭിക്കുക, രക്ഷ ലഭിക്കുക എന്ന് പരലോക നിഷേധികൾ ആർത്ത് കേണ് വിലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് മാത്രമേ അന്ന് മടങ്ങാനാവൂ എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. സൂറത്തു നജ്മിൽ 42-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വ അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ, നിന്റെ റബ്ബിലേക്കാണ് അവസാനം എത്തിച്ചേരേണ്ടത് എന്ന്. നാഥനിൽ നിന്നാണ് നാം വന്നത്, നാഥനിലേക്കാണ് മടങ്ങുന്നത്, നാഥൻ്റെ മുന്നിലാണ് കണക്കുകൾ ബോധിപ്പിക്കേണ്ടത്. സൂറത്ത് ത്വാഹയിൽ അള്ളാഹു പറയുന്നുണ്ട്, അതിൻ്റെ 55-ാമത്തെ സൂക്തത്തിൽ, മിൻഹ ഖലഖ്നാക്കും വഫീഹ നുഈദുക്കും വമിൻഹ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ. 6 അടി മണ്ണിലേക്ക് പരേതിനെ ഇറക്കി വെച്ച് ആ വ്യക്തിയുടെ മുകളിലേക്ക് 3 പിടി മണ്ണ് വാരിയിടുമ്പോൾ 1-ാമത്തെ പിടിയിൽ മിൻഹ ഖലഖ്നാക്കും എന്ന് പറയും. 2-ാമത്തേതിൽ വഫീഹ നുഈദുക്കും, 3-ാമത്തേതിൽ വമിൻഹ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ എന്നാണ് പറയുക. മിൻഹ ഖലഖ്നാക്കും, ഈ മണ്ണിൽ നിന്നാണ് നിന്നെ പടച്ചത്. വഫീഹ നുഈദുക്കും, അതിലേക്ക് തന്നെ നീ മടക്കപ്പെട്ടു. വമിൻഹ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ, ഇനി ഒരിക്കൽ അതേ മണ്ണിൽ നിന്ന് നിന്നെ ഞാൻ പുറത്ത് കൊണ്ടുവരും. മടങ്ങേണ്ടത് ഏതൊരു റബ്ബിലേക്കാണോ, ഏതൊരു റബ്ബാണോ നമ്മുടെ കണക്കുകൾ നോക്കുന്നത്, റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിക്കാൻ, ആ റബ്ബിലേക്ക് തിരികെ എത്തേണ്ട ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങാൻ തയ്യാറാവാൻ ആരെല്ലാം മനസ്സ് കാണിച്ചോ അവരാണ് റബ്ബിലേക്ക് എത്തുമ്പോൾ രക്ഷപ്പെടുന്ന ഒരേ ഒരു കൂട്ടർ. അല്ലാത്ത ആർക്കും വസർ, അഭയം ഉണ്ടാവുകയില്ല. ഇക്കൂട്ടർക്ക് മാത്രം റബ്ബിലാണ് മുസ്തഖർ എന്ന ബോധത്തോടെ മടങ്ങി ചെല്ലേണ്ടതും സ്ഥിരവാസവും നാഥൻ്റെ അടുക്കലാണ് എന്ന ബോധത്തോടെ ജീവിച്ചവർക്കാണ് രക്ഷ നേടാൻ കഴിയുക. 2-1 പരലോകത്തുണ്ടാകും. ഒന്നുകിൽ ശാശ്വതമായ സ്വർഗം, അല്ലെങ്കിൽ ശാശ്വതമായ നരകം. ഇതിൽ ഏതാണ് നമുക്ക് ലഭിക്കേണ്ടത് എന്നത് നമ്മുടെ ഭൂമിയിലെ ജീവിതത്തിൽ നാം തിരഞ്ഞെടുക്കേണ്ടതാണ്. നമ്മുടെ പ്രവർത്തനങ്ങളും വിശ്വാസവുമാണ് അത് നിശ്ചയിക്കുക. അതിനാൽ റബ്ബിനെ ഓർത്തുകൊണ്ട് പരലോക ബോധത്തോടെ ജീവിച്ച് യഥാർത്ഥ വിജയം, ഫമൻ സുഹസിഹ അനിന്നാരി വദുഖിലൽ ജന്നത ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ അവരാണ് ഫായിസുകൾ, വിജയികൾ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഉൾപ്പെടണം. പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ, ഇലാ റബ്ബിക യൗമഇദിനിൽ മുസ്തഖർ. നാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.